ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദൈവത്തിന്റെ മക്കൾ ആരാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നിങ്ങൾ ആരുടെ കുടുംബത്തിൽപ്പെട്ടവരാണ്? നിങ്ങൾ ആരുടെ മക്കളാണ്? തിമയോസിന്റെ മകനായ ബർത്തിമായി ജനിച്ചത്. തിമയോസിലൂടെ അദ്ദേഹത്തിന് ചില അനുഗ്രഹങ്ങൾ ലഭിച്ചിരിക്കാം. അതോടൊപ്പം തന്നെ ശാപങ്ങളും അവനിലേക്ക് പകർന്നിട്ടുണ്ടാകാം. നിങ്ങൾക്ക് എങ്ങനെയുള്ള പൂർവികരാണുള്ളത്? നിങ്ങളുടെ മാതാപിതാക്കൾ നീതിനിഷ്ഠമായ ജീവിതമാണ് നയിച്ചിരുന്നതെങ്കിൽ കർത്താവ് തന്റെ ഉടമ്പടിയും കരുണയും 1000 തലമുറയോളം കാത്തു സൂക്ഷിക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. എന്നാൽ അവർ ദുഷ്ടതയിൽ ജീവിച്ചവരായിരുന്നു എങ്കിൽ കർത്താവ് പിതാക്കന്മാരുടെ അകൃത്യം മക്കളെയും മക്കളുടെ മക്കളെയും 3ാമത്തെയും 4ാമത്തെയും തലമുറ വരെയും സന്ദർശിക്കും. നിങ്ങൾ ഏത് കുടുംബത്തിൽ ജനിച്ചാലും ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് വരൂ. കർത്താവായ യേശു നിങ്ങളുടെ പിതാവായതിനാൽ 1000 തലമുറയോളം നിങ്ങൾക്ക് കരുണ ലഭിക്കും. നിങ്ങൾ ഇന്ന് ദൈവമകനാണെന്ന് ഉറപ്പാക്കുക. ഈ ലോകത്തിലെ മനുഷ്യരെ രണ്ടായി തിരിക്കാം, ദൈവത്തിന്റെ മക്കളും പിശാചിന്റെ മക്കളും. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവൻ. പിശാച് ആദ്യം മുതൽ പാപം ചെയ്തു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല എന്ന്. ഇത് 1 യോഹന്നാൻ 3:8-9 കാണാൻ സാധിക്കുന്നു. ഒരിക്കൽ ഒരു മുത്തശ്ശി തന്റെ കുസൃതിക്കാരനായ പേരക്കുട്ടിയെ വിളിച്ചു ചോദിച്ചു, നീ പിശാചിന്റെ കുട്ടിയാണോ അതോ ദൈവത്തിന്റെ കുട്ടിയോ? ദൈവത്തിന്റെ പ്രിയപുത്രനാണ് താനെന്ന് അഭിമാനത്തോടെ ആ കുട്ടി മറുപടി പറഞ്ഞു. അപ്പോൾ മുത്തശ്ശി ചോദിച്ചു, നീ യേശുവിന്റെ പുത്രനാണെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ചോ, ഇന്ന് ബൈബിൾ വായിച്ചോ? അപ്പോൾ കുട്ടി അവിടെ നിന്നും ഓടിപ്പോയി. യഥാർത്ഥ അർത്ഥത്തിൽ നിങ്ങൾ ആരുടെ മക്കളാണ്? കർത്താവായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവരാണ് ദൈവമക്കൾ. അവരുടെ പാപങ്ങളുടെ മോചനം ലഭിച്ചു, രക്ഷയുടെ സന്തോഷവും. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, എന്നാൽ അവനെ സ്വീകരിച്ചവർക്ക്, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാവാൻ അവൻ അധികാരം നൽകിയെന്ന്. ഇത് യോഹന്നാൻ 1:12 കാണാൻ സാധിക്കും. നിങ്ങളുടെ കർത്താവും രക്ഷകരുമായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൽ നിങ്ങൾ നിൽക്കരുത്. അവന്റെ വാക്കനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ സ്വയം സമർപ്പിക്കണം. നാം യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമുക്കൊരു സുബോധമുണ്ടായിരിക്കുകയും ലോകത്തിൽ നിന്ന് വേർപെട്ട ജീവിതം നയിക്കുകയും ചെയ്യും. തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തിന്റെ ആലയത്തിന് വിഗ്രഹവുമായി എന്ത് ഉടമ്പടി? നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. ദൈവം അരുളി ചെയ്തതുപോലെ ഞാൻ അവരിൽ വസിക്കും, അവരുടെ ഇടയിൽ നടക്കും, ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവരെന്റെ ജനമായിരിക്കും എന്ന്. ഇത് 2 കൊരിന്ത്യർ 6:16 കാണാൻ സാധിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 2 കൊരിന്ത്യർ 6:18 എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനം 119 1 മുതൽ 88 വരെയുള്ള വാക്യങ്ങൾ. വൈകുന്നേരം 1 കൊരിന്ത്യർ 7 20 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.